ഹലോ കൂട്ടുകാരെ, മലയാള സിനിമയുടെ ചരിത്രം പറയുമ്പോൾ മണിച്ചിത്രത്താഴ് എന്ന സിനിമയെ ഒഴിവാക്കി നമുക്ക് ഒന്നും പറയാനാകില്ല. റിലീസ് ചെയ്ത് ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ഇന്നും ഈ സിനിമ കാണുമ്പോൾ നമുക്ക് ഒരേ ആകാംക്ഷയാണ്. എന്നാൽ ഈ സിനിമയുടെ അണിയറയിൽ നടന്ന നമ്മളിൽ പലർക്കും അറിയാത്ത ചില രഹസ്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. ഫസ്റ്റ് ഫാക്ട്, നാഗവല്ലിയുടെ ശബ്ദത്തെ കുറിച്ചാണ്. ശോഭന അവതരിപ്പിച്ച ഗംഗ എന്ന കഥാപാത്രത്തിന് ശബ്ദം നൽകിയത് ഭാഗ്യലക്ഷ്മിയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ ക്ലൈമാക്സ് രംഗങ്ങളിൽ ഗംഗ പൂർണ്ണമായും നാഗവല്ലിയായി മാറുന്ന ആ ഭയാനകമായ ശബ്ദം നൽകിയത് തമിഴ് ഡബ്ബിംഗ് ആർട്ടിസ്റ്റായ ദുർഗയാണ്. ഭാഗ്യലക്ഷ്മിക്ക് ആ ഹൈ പിച്ച് ശബ്ദം നൽകാൻ കഴിയാത്ത വന്നപ്പോഴാണ് ഡയറക്ടർ ഫാസിൽ ദുർഗയെ ഈ സിനിമയിലേക്ക് കൊണ്ടുവരുന്നത്. ഫാക്ട് 2, മണിച്ചിത്രത്താഴിലെ മാടമ്പള്ളി എന്ന തറവാട് സത്യത്തിൽ പാലക്കാട്ടുള്ള പ്രശസ്തമായ വരിക്കാശ്ശേരി മലയാണ്. എന്നാൽ ഈ സിനിമയുടെ കഥയ്ക്ക് ആധാരമായത് ആലപ്പുഴയിലെ മുട്ടം എന്ന സ്ഥലത്തെ ഒരു ഐതിഹ്യമാണ്. അവിടെയുള്ള ഒരു മനയിലെ അന്തേവാസിയായിരുന്ന ഒരു പെൺകുട്ടിയുടെയും അവിടെ നടന്ന ദുരൂഹതയ സംഭവങ്ങളുടെയും ചുവട് വെച്ചാണ് മധു മുട്ടം ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് തയ്യാറാക്കിയത്. ഫാക്ട് 3, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഭാഷകളിൽ റീമേക്ക് ചെയ്യപ്പെട്ട മലയാള സിനിമയും മണിച്ചിത്രത്താഴാണ്. തമിഴിൽ ചന്ദ്രമുഖിയായും ഹിന്ദിയിൽ ഭൂരിഭുലയ, അങ്ങനെ പല ഭാഷകളിൽ. എന്നാലും മലയാള സിനിമയുടെ അത്ര വേറെ ഒരു ഭാഷയും വരില്ല. അത് സിനിമാ പ്രേമികൾ തന്നെ പറയുന്നുണ്ട്. ഫാക്ട് 5, സിനിമയിലെ ഏറ്റവും ഐക്കോണിക്കായ രംഗമാണല്ലോ ശോഭന തട്ടിൽ പൊക്കുന്ന ആ സീൻ. സത്യത്തിൽ ആ സീൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് വലിയ എടുപ്പുകളൊന്നുമില്ലായിരുന്നു. ശോഭനയുടെ ഗംഭീരമായ അഭിനയം കൊണ്ടും മികച്ച ക്യാമറ വർക്ക് കൊണ്ടുമാണ് ആ രംഗം ഇത്രയധികം ഭയാനകമായി നമുക്ക് തോന്നുന്നത്. അപ്പോൾ മണിച്ചിത്രത്താഴ് എന്ന ഈ മാസ്റ്റർ പീസിനെ കുറിച്ച് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണ്? താഴെ കമന്റ് ചെയ്യൂ. ഇതുപോലുള്ള കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. അടുത്ത വീഡിയോയ്ക്കായി ഉടനെ കാണാം. നന്ദി.